പ്രിയപ്പെട്ടവരെ, കലോത്സവ വേദികളിൽ എന്താണ് സംഭവിക്കുന്നത്? കലോത്സവ വേദികളിൽ നിന്ന് കുട്ടികളുടെ കണ്ണീർ പുഴയാണോ ഒഴുകുന്നത്? വിധികർത്താക്കൾ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത്? മുഖസൗന്ദര്യം ചൂണ്ടിക്കാട്ടി വിധികർത്താക്കൾ വിധി എഴുതുന്നു എന്ന ആരോപണം ഇന്നലെ നമ്മൾ കേട്ടു. പരിപാടികളിൽ വിധി എഴുതാനിരിക്കുന്നവർ പലരും പരിപാടിയെപ്പറ്റി അടിസ്ഥാനമായി ഒന്നും അറിയാത്തവരാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കഴിവ് തെളിയിച്ച് ഒന്നാമതെത്താൻ കഷ്ടപ്പെടുന്നവരോട് ഇവർ ചെയ്യുന്നത് വഞ്ചനയല്ലേ? റിപ്പോർട്ടറിന്റെ മിനി ലൈവാത്തോണിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കലോത്സവങ്ങളിൽ നടക്കുന്നതെന്ത്? കേരളത്തിലെ കലോത്സവ വേദിയെ ഒരു മാഫിയ സംഘം കീഴടക്കിയിട്ടുണ്ടോ? പലയിടങ്ങളിലും നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്നും തത്സമയം ചേരുന്നു. സന്ദീപ് രാജാക്കാട്, അർജുൻ കല്യാട്, അലി അക്ബർ ഷാ, ദീപക് മോഹൻ എന്നിവർ ചേരും. ആദ്യം നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോയി വരാം. കലോത്സവങ്ങൾ കച്ചവട വേദികളാവുകയാണ്. മാർക്കിടാനെത്തുന്ന ജഡ്ജസുമാരെ നിയന്ത്രിക്കുന്നത് വൻ ലോബിയാണ് എന്നാണ് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കലോത്സവ കച്ചവടം നിയന്ത്രിക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള കുമാർ എന്ന നൃത്താധ്യാപകനാണ്. കൊള്ളാലോ, കലോത്സവ കച്ചവടം എന്നാണ് അതിന് പേര്. അത് നിയന്ത്രിക്കുന്നത് ഒരു നൃത്താധ്യാപകനാണ്, പേര് കുമാർ എന്നാണത്രേ. ഇയാൾ കോൺഫറൻസ് ഹാൾ വിളിച്ച് ജഡ്ജസുമാരെ സ്വാധീനിക്കുന്നതിൻ്റെ ഓഡിയോ നമുക്കൊന്ന് കേൾക്കണം. അത് വിജയിപ്പിക്കേണ്ട മത്സരാർത്ഥികളുടെ ചിത്രങ്ങൾ വാട്സപ്പിൽ അയച്ച് നൽകിയതിൻ്റെ സ്ക്രീൻഷോട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു. ആദ്യം നമുക്ക് ഈ കുമാർ ജഡ്ജസുമാരെ സ്വാധീനിക്കുന്നതിൻ്റെ ഓഡിയോ നമുക്കൊന്ന് കേട്ടുവരാം. എങ്ങനെയാണ് ഈ കലോത്സവ കച്ചവടം നടക്കുന്നത്? കുമാർ എങ്ങനെയാണ് ജഡ്ജസുമാരെ സ്വാധീനിക്കുന്നത്? കേട്ടു. 28-ാം തീയതി വിഷ്ണു, അരുണിമ, അമ്പാടി മാഷ്, പ്രീതി ടീച്ചർ 4 പേര് അവിടെ കയറട്ടെ. 29-ാം തീയതി ജ്യോതികയും ജയശ്രീ ചേച്ചിയും സൂസനെ കയറ്റാവോ നോക്കാം. സൂസൻ 26-ന് അവിടെ ഇരിക്കുന്നത് എറണാകുളത്ത്. അല്ലെങ്കിൽ പിന്നെ ജയശ്രീ, അത് എന്നാന്നറിയാ വിഷ്ണു, നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേ ജയശ്രീ ചേച്ചിനെ വിശ്വസിച്ച് 2 പേരെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പണി വന്നെങ്കിൽ എന്നാ ചെയ്യും? ചിലപ്പോ ഒരു മറിവോ തിരിവോ നടത്തിയാലോ ജില്ലയാണ്, പൈസയാണ്, ആൾക്കാർ എങ്ങോട്ട് വേണമെങ്കിലും കുത്തി മലക്കം, പേടി, പണം, ആ സ്വാധീനം, ഇതൊക്കെ 3 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് മോഹിനിയാട്ടം വലിയ പിടുത്തമില്ല. ഒരാൾക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെ മലപ്പുറം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സബ്ബായിട്ട് മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സബ് മോഹിനിയാട്ടം അതിനെന്താ ഇപ്പൊ പരനാട്ടം പഠിക്കുന്ന കുച്ചിപ്പുടിയല്ലേ സബ് പഠിക്കുന്നത്? അതിനെന്താ? നിങ്ങൾ ഇന്ന് കോഴിക്കോടത്തെ റിസൾട്ട് കണ്ടു. ഇന്ന് ഗ്രൂപ്പിന് ഏറ്റവും ടോപ്പായിട്ട് കളിച്ചതിന് 4ാം സ്ഥാനം. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു? ഇല്ല. പെണ്ണുങ്ങളാകുമ്പോൾ പ്രശ്നമില്ല സാറേ, പെണ്ണുങ്ങളാകുമ്പോൾ വിഷയമില്ല. ഇവളൊക്കെ ഇവിടുമാരൊക്കെ ഏതൊരു കലോത്സവത്തിന് പോയാലും ആദ്യം എന്നെ പിടിക്കാൻ പറ്റും. അതാ അപ്പുറത്ത് കണ്ടിന്യൂ 3 ദിവസം ഒരേ മുഖം കാണുമ്പോഴാണ് അടി തരാൻ വരുന്നത്. ഒറ്റ ദിവസം വന്നിരുന്ന് അടുത്ത ജില്ലക്ക് പൊക്കോന്നേ, നിങ്ങള് ലോറി വിളിച്ചു അടുത്ത ജില്ലക്ക് പൊക്കോ. ആരുടെ കേരളത്തിലാണ് ജഡ്ജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JP സാറ് വിളിച്ചതാണെന്ന് പറയുന്നത്. ജയപ്രകാശിന്റെ JP സാറ് വിളിച്ചതാണ് എന്ന് പറയുക. എന്റെ പേര് കുമാർ എന്നുള്ള പൂന്നൊരു അക്ഷരം പോലും പറഞ്ഞേക്കരുത്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതെ, അതാണ് സംഭവം. കുമാറിന്റെ നൃത്തപരിപാടിയാണ് ഇപ്പോൾ കണ്ടത്. കലോത്സവ കച്ചവടം നടത്തുകയാണ് കുമാർ എന്ന നൃത്താധ്യാപകൻ. ജഡ്ജസുമാരെ സ്വാധീനിക്കുന്നത് നോക്കി. മോഹിനിയാട്ടം പഠിച്ചിട്ടില്ലാത്ത ആളെ കൊണ്ട് മോഹിനിയാട്ടത്തിന് ജഡ്ജ് ചെയ്യിപ്പിക്കാൻ പോകുന്നു. ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? സബ് പഠിച്ചിട്ടുണ്ടല്ലോ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഈ കുമാർ അധ്യാപകൻ പറഞ്ഞത്. എന്തായാലും സ്ക്രീൻഷോട്ടുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ ജഡ്ജിമാരെ ഈ കുമാർ സ്വാധീനിക്കുന്നത്. ഇത്തരം കുമാരന്മാരാണ് നമ്മുടെ കലോത്സവ വേദിയിൽ ചിലയിടങ്ങളെങ്കിലും ഭരിക്കുന്നത്. ജഡ്ജിമാരെ തയ്യാറാക്കുന്നതവർ, ആർക്കൊക്കെ സമ്മാനം കൊടുക്കണമെന്ന് ലിസ്റ്റ് ഉണ്ടാക്കുന്നതവർ. ഇനി മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ചെസ് നമ്പർ അടക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫോട്ടോ അയച്ചു കൊടുക്കും ആദ്യം. അപ്പോൾ ആ ഫോട്ടോയൊക്കെ നോക്കിയിട്ടാണ് ഇത് കുമാർ അയച്ചെന്നയാൾക്ക് 1ാം സ്ഥാനം കൊടുക്കേണ്ടയാളെ കുമാർ തീരുമാനിക്കും. അപ്പോൾ കുമാറിനെ പോയി കണ്ടാൽ 1ഉം 2ഉം സ്ഥാനങ്ങളൊക്കെ കിട്ടും എന്നതാണ് ഒരു നിലപാട്. കുമാർ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനല്ല. കേരളത്തിൽ പല റവന്യൂ കലോത്സവങ്ങളിലും ഇത്തരം ഇടപാടുകാർ വിലസുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ് രാജാക്കാട്, ഈ കുമാർ എന്ന ഇടപാടുകാരൻ കലോത്സവ കച്ചവടം നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. സമാനമായ ഒരുപാട് മാഫിയ സംഘങ്ങൾ വിലസുന്നുണ്ടല്ലേ? എന്താണ് ഇടുക്കിയിൽ നിന്നും നമുക്ക് പറയാനുള്ളത്? സന്ദീപ് രാജാക്കാട്, വെരി ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇടുക്കിയിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഓഡിയോ സന്ദേശത്തിൽ ഇല്ലെങ്കിൽ ആ ഓഡിയോയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട്ടിൽ 4ാം സ്ഥാനം കൊടുത്ത കുട്ടി ഏറ്റവും മനോഹരമായി കളിച്ച കുട്ടിയായിരുന്നു. വേദിയിലെത്തി ആ കുട്ടിക്ക് 4ാം സ്ഥാനമാണ് കൊടുത്തതെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ്, അതായത് സർഗ്ഗവാസനകളെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി പുതിയ തലമുറയെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി, അത് എത്രത്തോളം അഴിമതി നിറഞ്ഞതാണ് എന്നുള്ളത്, ഇല്ലെങ്കിൽ അതിനെ കൈയാളുന്നത് ഒരു മാഫിയ സംഘമാണ് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ ഈ കൂലിപ്പണിയൊക്കെ എടുത്ത് കലോത്സവ വേദികളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ വലിയ പ്രതീക്ഷയോടെയാണ് വിടുന്നത്. പക്ഷേ പൈസയുള്ളവർക്ക് അവരുടേതായ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഫസ്റ്റ് എ ഗ്രേഡ് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ജഡ്ജസുമാരെ നിയന്ത്രിക്കുന്ന ഒരു വലിയ മാഫിയ സംഘം ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് വേണം നമുക്ക് ഈ കുമാറിനെ മനസ്സിലാക്കാൻ. കുമാറിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുമാറുമായി ചേർന്ന് നിൽക്കുന്ന അധ്യാപകർ, ആ അധ്യാപകരുടെ കുട്ടികൾ വേദികളിലേക്ക് ഇന്ന വസ്ത്രം ധരിച്ചാണ് എത്തുക, ഇന്ന നൃത്തമാണ് അവർ ചെയ്യുക, അവർക്ക് ഫസ്റ്റ് എ ഗ്രേഡ് നൽകണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോൺഫറൻസ് കോൾ വിളിക്കും. അതിനുശേഷം ഈ മാർക്കിടാൻ നിശ്ചയിച്ചിരിക്കുന്ന അധ്യാപകരെ നിങ്ങൾ ഇന്ന വേദിയിലായിരിക്കും, ഇന്ന സമയത്തായിരിക്കും അത് എത്തുക, ആ സമയത്ത് ഇന്ന ആളുകൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് നൽകണം, നമ്മുടെ കുട്ടികൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് ഓഡിയോ സന്ദേശത്തിൽ ചോദിക്കുന്നത്. അതായത് ഈ കുട്ടികളെ എ ഗ്രേഡ് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് നൃത്ത അധ്യാപകർ, ഈ കുമാറിനെ പോലുള്ള അധ്യാപകർ ഈ നൃത്ത വിദ്യാലയത്തിലേക്ക് വിളിക്കുന്നത്, മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകുന്നത് അടുത്ത തവണ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടാകും, അതിന് ഇത്ര രൂപ ചെലവാണ് എന്ന് പറഞ്ഞ് ഈ വാട്സപ്പിൽ ഈ ചിത്രങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ആ ചിത്രങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. കുമാറിന്റെ ശബ്ദം നമ്മൾ കേട്ടു, വാട്സപ്പിൽ ആ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു ഒരു നൃത്താധ്യാപിക ഗോപിക അനുരഞ്ജ് കുമാർ നമുക്കൊപ്പം ചേരും. ഈ കുമാർ മാഷിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു നൃത്താധ്യാപിക കൂടിയാണ്. ആ ഓഡിയോ ബൈറ്റിൽ വളരെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മോഹിനിയാട്ടം പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ, സബ് പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് പോയി മാർക്കിട്ട് കൊടുത്തൂടെ, എന്നിട്ട് അടുത്ത ജില്ലയിലോട്ട് നിങ്ങളങ്ങ് പൊക്കോണം, അവിടെയും ചില ആളുകളെ വിജയിപ്പിക്കാനുണ്ട്, അവിടെയും ഫസ്റ്റും എ ഗ്രേഡും ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് എ ഗ്രേഡ് ഇന്ന ആളുകൾക്ക് കൊടുക്കുക. അപ്പോൾ കുമാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് പല ജില്ലകളിലും ഈ പറയുന്ന നൃത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് എന്ന നിലയിലാണോ കാര്യങ്ങൾ എന്നുള്ളതാണ് വളരെ അപകടകരമായ കാര്യമാണ്. അതിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ്. ജഡ്ജിമാരായിട്ട് വരാൻ സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റ് ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ JP സാറ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്രേ. ഈ കാര്യത്തിൽ ശക്തമായ അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണം. സംസ്ഥാന സ്കൂൾ കലോത്സവം വരാനിരിക്കുന്നു. ജില്ലാ സ്കൂൾ കലോത്സവങ്ങൾ ഏറെക്കുറെ പൂർത്തിയാവുന്നു. ഈ സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ വ്യാപകമായ ഈ കലോത്സവ കച്ചവടത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം സന്ദീപ് രാജാക്കാടിനോടൊപ്പം നൃത്താധ്യാപിക ചേരുന്നുണ്ട്. ഈ നൃത്താധ്യാപിക ഈ കുമാർ മാഷിനെതിരെ നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നയാളുമാണ്. ഓഡിയോ ശബ്ദ സന്ദേശത്തിലൂടെ നമ്മൾ കണ്ടത് ഒരു കോൺഫറൻസ് കോൾ ഇട്ട് ഈ കുമാർ ബാക്കിയുള്ള നൃത്താധ്യാപകരെ സ്വാധീനിക്കുകയും എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ നൃത്താധ്യാപികയിലേക്ക് കൂടി ഒന്ന് പോകണം. അനുരഞ്ജന കുമാറാണ് നമുക്കൊപ്പം ഉള്ളത് എന്ന് തോന്നുന്നു. ഗോപിക അനുരഞ്ജ് കുമാറാണ്. അപ്പോൾ ഗോപിക, നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമസ്കാരം സാർ. ഈ കുമാറിന്റെ ഓപ്പറേഷൻ എങ്ങനെയാ ഗോപിക? സാർ, ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്ന ഒരു കാര്യമാണ്. കലോത്സവ വേദിയിൽ പങ്കെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ തഴഞ്ഞുകൊണ്ട്, അതായത് കലയിൽ മുൻതൂക്കമായിട്ട് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ എല്ലാം കഴിവുകൾ അടിച്ചമർത്തിക്കൊണ്ട് ഇദ്ദേഹം നടത്തി വരുന്നത് വൻ കൊള്ള എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന നൃത്താധ്യാപകർക്ക് അവരുടെ കുട്ടികൾക്കും ഇദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു നിലയിൽ കൊണ്ടുവരിക. ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ കുട്ടികൾക്ക് വെറും ബി ഗ്രേഡ് സി ഗ്രേഡ്, അതായത് എന്ന് പറഞ്ഞാൽ സാർ, ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടെന്ന് എൻ്റെ ഒരു അറിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൻ മാഫിയ തന്നെ ഇതിൻ്റെ പിൻബലത്തിലുണ്ട്. അതായിരിക്കും അദ്ദേഹം ഇത്രയും ഭംഗിയായിട്ട് കളിക്കുന്നത് ഇതിൻ്റെ പുറകിൽ. ഒരുപാട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപാട് പേരൻസ്, അതായത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇത് കലയുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിന് ഒരുപാട് ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ
ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ചിലർ കടം വാങ്ങിയും ഒക്കെ ആയിരിക്കും ഈ കുട്ടികളെ നമ്മൾ ഈ കലോത്സവ വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഈ അതായത് സമ്മാന അർഹരായിട്ടുള്ള കുട്ടികൾക്ക് അത് വെറും B ഗ്രേഡ് C ഗ്രേഡ് കൊടുത്ത് താഴ്ത്തുമ്പം ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി കുമാർ എന്ന മാഷിനെ പോലെയുള്ള വ്യക്തികളുടെ കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് കൊടുത്ത് അവരെ ഉള്ളത്. ഏതൊക്കെ വിഷയങ്ങളിലാണ് കുമാർ ഇടപെടാറുള്ളത്? ഏതൊക്കെ ഡാൻസ് ഫോമുകളിലാണ്? ഭരതനാട്യം മെയിനായിട്ട് ഭരതനാട്യം, കുച്ചുപിടി, നാടോടി നൃത്തം, അങ്ങനെയുള്ള ഗ്രൂപ്പ്, പിന്നെ ഗ്രൂപ്പ് ഡാൻസ്. ഇതാണ് അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം ചെയ്തു വരുന്നത്. ഈ കുമാർ മാഷിന്റെ നേതൃത്വത്തിലാണോ കോഴിക്കോട് ഏറ്റവും നന്നായിട്ട് കളിച്ചൊരു ടീം 4ാം സ്ഥാനത്ത് വന്നു എന്ന് ഈ ഒരു ജഡ്ജി തന്നെ പറയുന്നുണ്ട് ഈ ഓഡിയോയിൽ? അതെ അതെ, അത് ഈ വോയിസ് നമ്മൾക്ക് ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്, ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യം. അപ്പോൾ അതിൽ എടുത്തു പറയുന്നത് ഇത് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കേരളം മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. നമുക്ക് ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്ഥലത്തേക്ക് ഇന്ന ആളെ ഞാൻ വിട്ടു. ഉണ്ട് തീർച്ചയായും. നമുക്ക് ഇപ്പോൾ ഈ വോയിസുകളെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് അറിയാം. നമുക്ക് നേരത്തെ ഇതിനെ കുറിച്ചുള്ള ഓരോ വർഷവും നമ്മളിങ്ങനെ എല്ലാ വർഷവും ഇത് നടന്നു വരുന്നതാണ്. എങ്കിൽ പോലും ഈ വർഷം നമുക്ക് ഇതിൻ്റെ തെളിവ് സഹിതമാണ് കിട്ടിയിരിക്കുന്നത്. ഈ തെളിവ് കിട്ടിയെങ്കിലും നമ്മളിത് പുറത്ത് ഇതിൻ്റെ നിയമ നടപടികൾ സ്വീകരിച്ചുവെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അതായത് ഈ കലോത്സവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരുപക്ഷെ പുള്ളിക്ക് പിൻബലം കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം പുള്ളി പ്രവർത്തിക്കണമെങ്കിൽ വേണ്ടത്ര ജാഗ്രത ഈ പറയുന്ന കലോത്സവം നടത്തുന്ന ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. കുമാർ ഇടുക്കിയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഇത്തരം നൃത്ത കലാലയങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാധീനം ചെലുത്തുകയും ജഡ്ജിമാരെ സ്വാധീനിച്ച് സമ്മാനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആരോപണം. ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദ സന്ദേശങ്ങൾ, നിങ്ങൾ കണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ, ഇതെല്ലാം കുമാർ എന്ന് പറയുന്ന നൃത്താധ്യാപകൻ സഹ പാനലിസ്റ്റുകൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ജഡ്ജിമാർക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പേപ്പർ ചോർത്തതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കലോത്സവം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജനോത്സവമാണ് കേരളത്തിലേത്. ആ കലോത്സവത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ചില കുമാരന്മാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതിലും കുമാരന്മാരുടെ വിക്രികൾ ഇന്നത്തതുകൊണ്ട് അവസാനിപ്പിക്കാൻ സർക്കാർ ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഇത് നൃത്തത്തിൽ മാത്രമല്ല ഉള്ളത്. പകരം കണ്ണൂരിൽ റവന്യൂ ജില്ല, താങ്ക് യു ഗോപിക, കണ്ണൂരിൽ നമ്മൾ പോയാൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാടക മത്സരത്തിൽ ക്രമവിരുദ്ധമായി ഇടപെട്ടു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ശബ്ദ സന്ദേശം റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട്. വിധികർത്താവ് ഷിനിൽ വടകരയും നാടക പരിശീലകനും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. A ഗ്രേഡ് കൊടുക്കാൻ പോലും നിലവാരമില്ലാത്ത നാടകങ്ങൾക്ക് A ഗ്രേഡ് കൊടുത്തുവെന്നും നാടകം പരിശീലിപ്പിക്കുന്ന നാടകക്കാരെ കൂടി നോക്കി പരിഗണിച്ചാണ് വിധി നിർണ്ണയം നടത്തുന്നതെന്നും ശബ്ദരേഖയിൽ വിധികർത്താവിൻ്റെ വെളിപ്പെടുത്തലുണ്ട്. പരസ്പരം ചർച്ച ചെയ്ത് മത്സരഫലം തീരുമാനിക്കരുതെന്ന നിയമമുണ്ടെങ്കിലും ചർച്ച ചെയ്ത് തന്നെയാണ് 1ഉം 2ഉം സ്ഥാനങ്ങൾ തീരുമാനിക്കുന്നതെന്നും വിധികർത്താവ് ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. നമുക്കൊന്ന് കേട്ടുവരാം. ഡിസ്കഷൻ നടത്തിയല്ലേ ചെയ്യുന്നത് അല്ലേ? ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഡിസ്കഷൻ നമുക്കില്ല. നമ്മൾ മൂത്രമൊഴിക്കാൻ പോകണമെന്നൊക്കെ പറയും. എനിക്കും മനസ്സിലായി. കാരണം അത് അങ്ങനെ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസം എനിക്കറിയാം. കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് അതിന് അങ്ങനെയാണ് കാണുന്നത്. കാരണം സ്ഥിരമായിട്ട് നാടകങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ. കാരണം നമുക്ക് വേറൊരു വരുമാനം ഇല്ലാത്ത അറിയാലോ. നമ്മൾ അതും കൂടി നോക്കും ഇതിനകത്ത്. ചിലത് പറയും മത്സരം അല്ലേ, മത്സരത്തിന് അങ്ങനെ കണ്ടെങ്കിൽ. പക്ഷെ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. നിങ്ങൾ ഇതിനെ കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ലേ? തീർച്ചയായും ഞാനും ഇതിനെ കൊണ്ടാണ്. അപ്പൊ അതിനെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത് നിങ്ങൾക്കറിയാലോ, എന്റെ സ്വഭാവം അറിയാലോ. ഞാൻ അതിനെ നോക്കി കാണുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ കാണുന്നു. അപ്പൊ അതിലുണ്ടെങ്കിൽ ആ ഒരു പാകപ്പിഴവ് പറ്റിയതാണ്. അല്ലാണ്ട് വേറെ രീതിയിൽ നിങ്ങൾ അതിനെ കാണണ്ട. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങളൊരു പ്ലേ അങ്ങനെ അതിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായില്ല. ഞാൻ തുറന്നു പറയാം. കാരണം ഒരു വെറുതെ വന്നിട്ട് തമാശക്ക് പൈസയും മേടിച്ചിട്ട് നാടകക്കാരനാവുന്നതല്ലല്ലോ. ഇതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഒരു മനസ്സിൽ വെക്കരുത്. അതുപോലത്തെ ഒരു പ്രതികരണങ്ങൾ വല്ലാണ്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചെയ്യും ചേട്ടാ.
നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വോയിസ് മെസ്സേജ് ആണ് അങ്ങോട്ട്, ആ ആ മനസ്സിലായില്ല? നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കൂളിൽ ബോധ്യപ്പെടുത്തണം. ആവശ്യമില്ല, കാരണം വെച്ചാൽ നീ പറയുന്നത് നമ്മുടെ ജീവിതമല്ലേ, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതമല്ലേ, ഇത് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. എനിക്ക് ആ മറ്റേ കക്ഷിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന നാടകം ചെയ്യുന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇന്നലെ ഒരു തേട് കൊടുക്കുന്നു. എനിക്കില്ല, ആ മനുഷ്യൻ ഇങ്ങനെ നടക്കുമ്പോ ഞാൻ അവസാനം പറയാ നോക്കടായാലും കാണുമ്പോ അത് ഗതികേടല്ലേ ചേട്ടാ. ഒരു നാടകത്തിന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മാത്രമേ അയാൾക്ക് നാളെ വർക്ക് കിട്ടുള്ളൂ. പ്രയാസമൊക്കെ നമുക്കറിയുന്നുണ്ട്. ആ മനുഷ്യൻ ഇന്നലെ നാടകം കഴിയുന്നവരെ പാവം നമ്മളെ കാണാൻ വേണ്ടിട്ടൊക്കെ തന്നെയായിരിക്കും നടക്കുന്നത്. നമുക്ക് പ്രയാസം ഞാൻ ഭയങ്കര സങ്കടം തോന്നി. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഞാൻ അവസാനം ഒരു തീർച്ചയായിട്ടും അതില് UP-യിൽ ഒരു കള്ളു കുടിക്കുന്ന ഒരു സീനൊക്കെ ഉള്ളൊരു വളരെ മോശം ഇതുണ്ട്. ഒരു കാരണവശാല ഗ്രേഡ് കൊടുക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും നോക്കണ്ട, എല്ലാ ഗ്രേഡ്. അത് നമ്മൾ അത്ര പോലും ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ മനുഷ്യര്. നമ്മളിങ്ങനെ നോക്കും, നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ നിങ്ങളെ നോക്കും. എനിക്കറിയാം നമുക്ക് വ്യക്തിപരമായിട്ട് ആരുമായിട്ടും ഇതില്ല. ഇത് ഞാൻ ഒരു വോയിസ് നിങ്ങൾക്ക്, ഇത് ഭയങ്കര ചർച്ചകൾ ചെയ്യപ്പെട്ടു, ഒരുപാട് ആളിങ്ങനെ വിളിച്ച് അതുപോലെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കര നമുക്കതിനെ അങ്ങനെ പരിഹരിക്കാം. ഇതാണ് നാടകവേദിയിൽ നടന്നത്. കള്ളക്ക കുടിക്കുന്ന രംഗങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരം രംഗങ്ങൾക്കൊന്നും ഗ്രേഡ് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് പോലും അത്തരം നാടകങ്ങൾക്ക് A ഗ്രേഡ് കൊടുക്കാം എന്ന് ഒരു വിധികർത്താവ്, ഷിനിൽ എന്ന് പറയുന്ന ഒരു വിധികർത്താവ് മറ്റ് ജഡ്ജസ്മാരെ വിളിച്ചു പറഞ്ഞ് A ഗ്രേഡ് കൊടുക്കുകയാണ്. വിധികർത്താക്കൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളിൽ സംഭാഷണം ഉണ്ടാകാൻ പാടില്ല. മികച്ച നാടകങ്ങളെ 4ാമതും 5ാമതും ആക്കുകയും അത്ര മികച്ച നാടകങ്ങളല്ലാത്ത നാടകങ്ങൾക്ക് 1ഉം 2ഉം സ്ഥാനങ്ങളും A ഗ്രേഡും ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കണ്ടല്ലോ. അവർക്കും ജീവിക്കണ്ടേ എന്നാണ് വിധികർത്താവ് ചോദിക്കുന്നത്. എന്തൊരു കാരുണ്യമാണ്. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നാടക വിഷയവുമായി നമുക്കൊപ്പം അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, ഇതെങ്ങനെയാണ് ഈ ഷിനിലും ഇതേപോലുള്ള വലിയ സംഘങ്ങളും ഒക്കെ നാടകവേദികളിൽ പോലും ഈ രീതിയിൽ വലിയ തട്ടിപ്പ് നടത്തുന്നുണ്ട്? ഏറിയ പങ്കും നൃത്തവേദികളിലായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നാടകവേദികളിലും ഇതേപോലെയുള്ള മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ അർജുൻ കല്യാൺ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. നമ്മൾ ഉപയോഗിച്ച വാക്ക് അത് അന്വർത്ഥമാക്കുന്ന തെളിവുകളാണ് ഇതെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. കലോത്സവം കച്ചവടമായി മാറുകയാണ്. അതിൽ ഈ പണം എന്നതിലുപരിയായി ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ സ്കൂൾ കലോത്സവങ്ങളിലെല്ലാം നമ്മൾ ഒരുപാട് ഇതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്ന ഘട്ടങ്ങളിൽ അവരെല്ലാം പറയുന്നത് ഈ സംഘാടകന്മാർ ഒരുപക്ഷെ ഈ വിദ്യാഭ്യാസ DD ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും. അവർക്കാർക്കും ഈ വിധികർത്താക്കളുമായി നേരിട്ട് പരിചയമുണ്ടാവില്ല. അവർക്ക് പരിചയമുള്ള ഒരു വിധികർത്താവിനെ അല്ലെങ്കിൽ അങ്ങനെ ഈ പരിശീലന രംഗത്തുള്ള അല്ലെങ്കിൽ നാടകരംഗത്തുള്ള ഏത് കലാരംഗത്തുള്ള ആരെയെങ്കിലും ഇത്തരത്തിൽ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തും. അവരെന്ത് ചെയ്യും? അവർ നേരിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുന്നില്ല എങ്കിൽ കൂടി അവർ തൊട്ടടുത്ത ജില്ലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലുള്ള ആൾക്കാരെ ഈ വിധികർത്താവായി ഇവിടത്തേക്ക് കൊണ്ടുവരും. മറിച്ച് അവരുടെ ജില്ലയിൽ അവരായിരിക്കും പ്രധാനപ്പെട്ടവർ. അവർ ഇവിടെയുള്ള ജില്ലക്കാരെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകും. ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘമായി ഈ കലോത്സവ കച്ചവടങ്ങൾ മാറുകയാണ്. അത് അന്വർത്ഥമാക്കുന്ന ചില തെളിവുകളാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്തത്. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് അത് കണ്ണൂർ ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിൻ്റെ നാടക വിധികർത്താവും ഒരു സ്കൂളിനെ നാടകം പഠിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലനം തമ്മിലുള്ള ഒരു ഓഡിയോ സംഭാഷണമാണ്. അതിനകത്ത് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ, അതായത് മത്സരത്തെ മത്സരമായി കാണണമെന്ന് ചിലർ പറയും. പക്ഷേ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. നാടകക്കാരെ കൂടി പരിഗണിച്ച്, അതായത് ഈ നാടകം ആര് പരിശീലിപ്പിച്ചു എന്നത് നോക്കി തന്നെയാണ് ഞാൻ ഈ മത്സരങ്ങളുടെ വിധി അല്ലെങ്കിൽ ഫലം നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ വിധികർത്താവ് പറയുന്നത്. അതിനു പുറമെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ 1ഉം 2ഉം സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത് പരസ്പരം ചർച്ച ചെയ്താണ്. ഈ 3 ജഡ്ജസാണ് സാധാരണ രീതിയിൽ ഈ മത്സരങ്ങൾക്കെല്ലാം ഉണ്ടാവുക. നാടകത്തിനും ആ രീതിയിലാണ്. ഈ 3 വിധികർത്താക്കളും ഓരോ നാടകത്തിനും കൃത്യമായ രീതിയിൽ ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ച് അതിന് മാർക്കിടുക. ഇത് പരസ്പരം തമ്മിൽ അവർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് നിയമം. അതിന് മാർക്കുണ്ടാകുക. ആ മാർക്ക് 3ഉം ഈ സ്റ്റേജിലുള്ള മറ്റ് ചുമതലക്കാർക്ക് നൽകുക. അവർ 3ഉം കൂടി ഈ മാർക്കുകൾ കൂട്ടി അങ്ങനെ ഒരു ഫലപ്രഖ്യാപനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സാധാരണ ചെയ്യേണ്ടത്. പക്ഷേ ഇവർ പറയുന്നത് മൂത്രമൊഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സമയത്ത് ഒന്ന് ഇറങ്ങിപ്പോവും. അവിടെ നിന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം 1ഉം 2ഉം സ്ഥാനങ്ങളൊക്കെ നിശ്ചയിക്കുമെന്നുള്ളതാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ ഈ ഷിനിൽ വടകര എന്ന് പറയുന്ന വിധികർത്താവ് പറയുന്നത്. അതിന് പുറമെ ഈ നാടകം പഠിപ്പിക്കുന്ന പരിശീലകരുടെ ഓരോ സാമ്പത്തികാവസ്ഥയും അവരുടെ നാടക രംഗത്തുള്ള പ്രവർത്തന പരിചയവും അതിന് പുറമെ അവരുടെ ഒരു എന്താ പറയുക ഒരു മാനസികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇത്തരത്തിലുള്ള ഫലം നിർണ്ണയിച്ചതെന്ന കാര്യമാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ കലോത്സവങ്ങളെല്ലാം തന്നെ കച്ചവടമായി മാറുകയാണ്.
മനസ്സിലായില്ല അരുൺ? വിശാല മനസ്കനായ ആശാനാണെന്ന് പറഞ്ഞ ഷിനിൽ. അതെ അതെ അതെ, ഇത് ആദ്യത്തെയോ അല്ലെങ്കിൽ അവസാനത്തെയോ ഒരു സംഭവമായി തീരാനേ ഒരു ഇടയില്ല. കാരണം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് തന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ ആ ഘട്ടത്തിൽ ഇതിന് പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതൊക്കെ വലിയൊരു മാഫിയ സംഘമായി. നമ്മൾ ഏതെങ്കിലും ഒരു കലോത്സവം, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു നാടകത്തിൻ്റെ അല്ലെങ്കിൽ നാടകം പഠിപ്പിക്കാൻ വേണ്ടി ഒരു പരിശീലനം സമീപിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് 1.5 ലക്ഷം രൂപ തന്നാൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം ഞാൻ നേടിത്തരാം, ഞാൻ പരിശീലിപ്പിക്കാം എന്നുള്ളത് പണം നൽകി അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട്, അതിൽ 1 ലക്ഷമാണെങ്കിൽ 2ാം സ്ഥാനം തരാം, അല്ലെങ്കിൽ 50,000 ആണെങ്കിൽ 3ാം സ്ഥാനവും എ ഗ്രേഡും ലഭിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പറഞ്ഞ് പണം വാങ്ങി അങ്ങനെ സമ്മാനം നിശ്ചയിക്കുന്ന അവസ്ഥകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതൊരു വലിയ മാഫിയ സംഘമാണ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാടകമെന്നോ വ്യത്യാസമില്ലാതെ ഈ പറയുന്ന മാഫിയ സംഘം കലോത്സവ വേദികളിൽ പിടിമുറുക്കുകയാണ്. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇടക്കാലത്ത് സർക്കാർ ഇടപെട്ടിരുന്നു, വിജിലൻസ് അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അതൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല. കലോത്സവ വേദികളെ ആകെ ഇപ്പോൾ മാഫിയ സംഘങ്ങൾ കീഴ്പ്പെടുത്തുന്നുവെന്ന ആരോപണം ശക്തമാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടേണ്ട വിഷയമാണ്. ഇനി സംസ്ഥാനതല കലോത്സവം നടക്കാൻ പോകുന്നു. ആ വിഷയങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇനി നമുക്ക് വയനാട്ടിലേക്ക്, താങ്ക് യു അർജുൻ, വയനാട്ടിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. വയനാട് ജില്ലാ കലോത്സവത്തിൽ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. അവിടെ ഒരു കലാരൂപമാണ് പണിയ നൃത്തം എന്ന് പറയുന്നത്. ഈ പണിയ നൃത്തം എന്ന് പറയുന്നത് ആ സമുദായത്തിൽപ്പെട്ട കലാകാരന്മാർക്കാണ് ആ പണിയ നൃത്തത്തെക്കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടാവുക. ആ പണിയ നൃത്തത്തിൻ്റെ വിധി നിർണ്ണയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിധികർത്താക്കളുടെയും ഒത്തുകളി എന്നൊരു ആരോപണം ഇപ്പോൾ വരുന്നു. വിധികർത്താക്കളായി വന്ന 3 പേരിൽ ഒരാൾ പണിയ നൃത്തത്തെക്കുറിച്ച് യാതൊരുവിധ അറിവും ഇല്ലാത്തയാളെന്നാണ് ആരോപണം. അപ്പോൾ ജഡ്ജിയാൻ വന്നിരിക്കുകയാണ്. നടക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേര് പണിയ നൃത്തം. പണിയ നൃത്തവും ഈ ചങ്ങാതിയും തമ്മിലുള്ളൊരു ബന്ധം എന്താ? ഒരു ബന്ധവും ഇല്ല. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിനോദ്, കൂടാതെ പണിയ സമുദായക്കാരനായ വേലായുധൻ എന്നിവരായിരുന്നു മറ്റു 2 വിധികർത്താക്കൾ. 3ാമത്തെ ആൾ ഇങ്ങനൊരു പണിയ നൃത്തത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. അയാളാണ് വിധി നിർണ്ണയിക്കാൻ വരുന്നത്. പണിയ നൃത്തത്തിന് വിധി നിർണ്ണയിക്കാൻ കഴിവുള്ള കലാകാരന്മാർ വയനാട്ടിലുണ്ടെന്നിരിക്കെയാണ് ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ നിന്നും വിധികർത്താക്കളെ കൊണ്ടുവരുന്നത്. പണിയ നൃത്തത്തെക്കുറിച്ച് സാമാന്യബോധമില്ലാത്ത 3 വിധികർത്താക്കളും കൂടി വയനാട്ടിലെ പണിയ സമുദായക്കാരെ അപമാനിച്ചുവെന്നാണ് വിമർശനം. ഒന്ന് കേട്ടുവരാം. വയനാട് പോലെയുള്ള ഒരു ജില്ലയിൽ നിന്ന് ഈ പറയുന്ന ആദിവാസി കല വളരെ പ്യൂരിറ്റിയുള്ള 3 പെർഫോമൻസുകൾ പോവുക എന്നുള്ളത് ഇവിടെയുള്ള മന്ത്രിയുടെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വീഡിയോ ഇന്നലെ അപ്പീൽ കമ്മിറ്റി പരിശോധിക്കുകയുണ്ടായി. അതിനകത്ത് കുട്ടികൾ സ്റ്റെപ്പുകൾ തെറ്റിക്കുകയോ കഥകൾ തെറ്റിക്കുകയോ അവരുടെ ചുവടുകൾ തെറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പീൽ കമ്മിറ്റിയിലുള്ള നമ്മുടെ എക്സ്പേർട്ട് അവിടെ ചൂണ്ടിക്കാണിച്ചത് ജഡ്ജ്മെന്റിൽ പറ്റിയ അപാകതയാണ്. ആ അപാകതയ്ക്ക് ഇരയാക്കപ്പെട്ടവര് ഈ പറയുന്ന പാവം കുട്ടികളും ഈ അവരുടെ ഊരുകളുമാണ്. എന്താ വെച്ചാൽ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു റിസൾട്ട് ഇത്തരത്തിൽ ഉള്ള ഒരു മികച്ച പെർഫോമൻസിന് അല്ലാതെ കിട്ടിയതും ഒക്കെ കൊണ്ടുതന്നെ പല ഊരുകളിലുള്ള കുട്ടികളും ഊരും ഒക്കെ തന്നെ വലിയ ധർമ്മസങ്കടനത്തിലാണ്. ഓക്കെ, നമുക്കൊപ്പം ദീപക് ചേരുന്നുണ്ട്. ദീപക് മോഹൻ, ഈ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പണിയനൃത്തത്തിന് വിധികർത്താവായിട്ട് വന്ന 3 പേരും യോഗ്യരല്ല. അതിൽ ഒരാൾക്ക് ഈ പണിയനൃത്തത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല എന്നാണോ അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം? ഒരു ഒത്തുകളിയുണ്ട് എന്നതാണോ ആരോപണം? ദീപക് മോഹൻ കേൾക്കാമെങ്കിൽ. ഗുഡ് മോർണിംഗ് ദീപക്, കേൾക്കുന്നുണ്ടോ എന്നെ? ദീപക്, ഈ പണിയ നൃത്തത്തെക്കുറിച്ച് ബോധമില്ലാത്ത ജഡ്ജിമാരാണ് വിധി നിശ്ചയിച്ചത് എന്നതാണോ ആരോപണം? ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ദീപക്? അരുൺകുമാർ, നിലവിൽ ഈ വട്ടക്കളിയിൽ പറ്റി ഗ്രാഹ്യമില്ലാത്ത വിധികർത്താക്കളാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലാ കലോത്സവത്തിൽ വിധി നിർണ്ണാക്കളായത് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ ഇത്തവണ 5 ഈ ട്രൈബൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കലകൾ ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ പിന്നെ വട്ടക്കളി എന്ന് പറയുന്നത് എനിക്കൊരു ശബ്ദത്തിന് ചെറിയ സാങ്കേതിക തടസ്സമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ദീപക് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നിന്നിട്ട് നമുക്ക് ലൈവിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ദീപക് മോഹനാണ് നമുക്ക് വിവരങ്ങൾ നൽകാനായിട്ട് വന്നിരുന്നത്. ചെറിയ ശബ്ദ തടസ്സമുണ്ട്. ഇതാണ് വയനാട്ടിൽ സംഭവിച്ചത്. പണിയ സമുദായക്കാരുടെ
ഒരു ഗോത്ര നൃത്തമായ ഈ പണിയ നൃത്തത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത ഒരാൾ വന്ന് വിധി നിശ്ചയിച്ചുവെന്നും ബാക്കിയുള്ള രണ്ടുപേരും അതിനെക്കുറിച്ച് ആധികാരികമായ ജ്ഞാനമില്ലാത്തവരാണ് എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട വിമർശനം. ദീപക്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശബ്ദം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനി പറയാം, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഈ പണിയ വിഭാഗത്തിൽപ്പെട്ട ആളെയല്ലേ മൂന്നാമത്തെ ജഡ്ജ്? അരുൺകുമാർ, അതായത് ഇത്തവണ വയനാട് ജില്ലാ കലോത്സവം നടന്നത് നടവേൽ സ്കൂളിലാണ്. അതിൽ പ്രധാനമായും 3 വിധികർത്താക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 2 പേർ, അത് ഒരാൾ ഈ പണിയ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരാളാണ്. മറ്റൊരാൾ ഈ വയനാട്ടിൽ ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവുമില്ലാത്ത ഒരാളായിരുന്നു. മൂന്നാമത്തെ വിധികർത്താവ് എന്ന് പറയുന്നത് ഈ വട്ടക്കളി, അതായത് പണിയരുടെ വട്ടക്കളിയെപ്പറ്റി ഒന്നും അറിയാത്ത വിധികർത്താവായിട്ടുള്ള ആളാണ് വന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ ഒരു അപാകത വിധി നിർണ്ണയത്തിൽ ഉണ്ടായെന്നുള്ള രീതിയിൽ ഒരു ആരോപണങ്ങൾ ഉണ്ടായത്. പ്രധാനമായും വട്ടക്കളിയെപ്പറ്റി കൃത്യമായി അറിയാത്ത, വട്ടക്കളി എന്ന് പറയുന്നത് ഈ പണിയ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കുന്ന സമയം മുതൽ തുടിയും കുഴലും എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വട്ടക്കളി എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേക തരത്തിൽ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് അവരുടെ എല്ലാ ചടങ്ങുകൾക്കും, അത് മരണമായിക്കോട്ടെ, ജനനമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, അതിലെല്ലാം വളരെ ബഹുമാനത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതാണ് ഇത്തവണ ഈ കലോത്സവത്തിൽ ഒരു ചടങ്ങായി, ഒരു ഇനമായി പ്രഖ്യാപിച്ച് ഇനമായി ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയത്. ആ ഇനത്തിലാണ് ഇത്തവണ ഈ കലോത്സവത്തിൽ വലിയ അപാകതയുണ്ടായി, വിധി നിർണ്ണയത്തിൽ അപാകതയുണ്ടായെന്ന പരാമർശമുണ്ടായത്. ഇതിനെ തുടർന്ന് അന്ന് വൈകിട്ട്, അതായത് ഈ വിധി നിർണ്ണയത്തിന് ശേഷം ഈ സ്റ്റേജിന് മുൻപിൽ, വേദിക്ക് മുൻപിൽ വലിയ തോതിൽ ഈ വിധി നിർണ്ണയത്തിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച് ആളുകൾ പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അതിൽ പ്രധാനമായും പറയുന്നത് ഇതിൻ്റെ താളത്തിനനുസരിച്ച് ചുവടുകൾ വയ്ക്കണം, ആ രീതിയിൽ അറിയുന്നൊരു കൃത്യമായി പഠിച്ച് പരിപാടി അവതരിപ്പിച്ച ആളുകൾക്കല്ല വിധി നിർണ്ണയത്തിലൂടെ 1ാം സമ്മാനം നൽകിയതെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദങ്ങൾ ഉണ്ടായത്. അതുമായി ഈ വട്ടക്കളിയെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകളാണ് ഈ വിധി നിർണ്ണയത്തിനായി എത്തിയത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവും വേദിക്ക് മുൻപിൽ ഉണ്ടായത്. അതിൽ പ്രധാനമായും പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, കൃത്യമായി വയനാട് ജില്ലയിൽ നിന്ന് കൃത്യമായി പരിശീലിച്ച് സംസ്ഥാന തലത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഒരു റഫറൻസായി എടുക്കാവുന്ന രീതിയിൽ വരെ ഉപയോഗിക്കാമായിരുന്നു. അത്തരത്തിലൊന്നും തന്നെ ഇല്ലാതെ വിധി നിർണ്ണയത്തിൽ അപാകതയുണ്ടായി, വട്ടക്കളിയെപ്പറ്റി കൃത്യമായി പഠിക്കാതെ അതിനെക്കുറിച്ച് അറിയാത്ത ആളെയാണ് വിധി നിർണ്ണയത്തിനായി വെച്ചതെന്നുള്ള രീതിയിലുള്ളൊരു പ്രതിഷേധവും പരാമർശവും ഒക്കെ അന്നുണ്ടായിരുന്നു. അരുൺകുമാർ. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ദീപക്. അപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നിന്ന്, പല കലോത്സവ വേദികളിൽ നിന്നുള്ള മാഫിയ സംഘങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണെന്ന് കണ്ടു, ശബ്ദരേഖകൾ കേട്ടു, എങ്ങനെയാണ് ജഡ്ജിമാർ സ്വാധീനിക്കുന്നത് എന്നത് കണ്ടു. ഇതാണ് നമ്മുടെ കലോത്സവ വേദികളിൽ പലപ്പോഴും നടക്കുന്നത്. കലോത്സവ കച്ചവടം എന്നാണ് നമ്മൾ അതിനിട്ടിരിക്കുന്ന പേര്. ഇനി നമുക്ക് മറ്റൊരു കാഴ്ച കൂടി കണ്ടുവരാം. ഉപജില്ലാ കലോത്സവത്തിൽ വിധികർത്താവിനെതിരെ സ്റ്റേജിൽ കയറി അട്ടപ്പാടി സ്വദേശി അനു പ്രശോഭിനി എന്ന വിദ്യാർത്ഥി നടത്തിയ പ്രസംഗം വൈറലായിരുന്നു. സ്കൂൾ കലോത്സവത്തിൽ ഗോത്രകലകളുടെ വിധി നിർണ്ണയം പരിഹാസ്യകരമാകരുത് എന്നാണ് അനു അപ്പോൾ പറഞ്ഞത്. വിധി നിർണ്ണയത്തിലെ അപാകതകളും വിധികർത്താക്കളുടെ യോഗ്യതാക്കുറവും ഫലം മാറ്റിമറിച്ച അനുഭവം ഉണ്ടാക്കിയെന്നും വേദിയിൽ വെച്ച് തന്നെ കുട്ടി തുറന്നടിച്ചു. ഗോത്രകലകൾക്ക് തനത് ചിട്ടയും തനിമയും പാരമ്പര്യവും തനത് സംസ്കാരവും ഉണ്ട്, അതെവിടെയും അവഹേളിക്കപ്പെടരുതെന്നും അനു പറഞ്ഞു. ആ വൈറൽ പ്രസംഗം കൂടി നമുക്കൊന്ന് കേട്ടുവരാം. ഇവിടെ ജഡ്ജസ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇരുള സമുദായത്തിന്റെ ഈ ഒരു ഡാൻസ് നിങ്ങൾ എന്താ പറയാ ജഡ്ജിങ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമുദായത്തിലുള്ള ആളാണോ? നിങ്ങൾ 3 പേരും മൈക്കിൽ എണീറ്റ് നിന്ന് ഇവിടെ നിന്ന് ഈ ഒരു ഇരുള സമുദായം എന്താണ്, ഞങ്ങളുടെ പരമ്പരാഗത, അതിനെ കുറിച്ച് പറയാൻ നിങ്ങളുടെ ഒരു ബയോഡാറ്റ, നിങ്ങൾക്ക് ഇത് മാർക്കിടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ, യോഗ്യത എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് പറയണം. ഇല്ലെങ്കിൽ ഇവിടെ പരിപാടി നടക്കില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? മൈക്ക് കുറയ്ക്കരുത്. ആരെ പറഞ്ഞ സൗണ്ട് കുറയ്ക്കാൻ? സൗണ്ട് കുറയ്ക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ സൗണ്ട് കുറയ്ക്കരുത് പ്ലീസ്. ഈ കാര്യം പറയാൻ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോ അവർ എന്നോട് പറഞ്ഞത് സ്റ്റേജിൽ കയറി ഇത് പറയരുത് എന്നാണ് പറയുന്നത്. അത് വളരെ മോശമാണ്. ഞങ്ങളുടെ സമുദായത്തിനെ കുറിച്ച് ഞങ്ങൾ പറയാതെ പിന്നെ വേറെ ആര് പറയാനാണ്? ഇന്ന് ഇതേപോലെ ഒരു തീരുമാനം ആയില്ലെന്നുണ്ടെങ്കിൽ നാളെ അടുത്ത വർഷം ഇതേപോലെ സബ് ജില്ലാ മത്സരം നടക്കുമ്പോൾ ആ ഒരു എന്താ പറയാ ആ ഒരു വിഭാഗത്തിനെ കുറിച്ച് അറിയാണ്ട് ആ ഒരു ഇതിലുള്ളത് യോഗ്യതയില്ലാത്ത ആൾക്കാരായിരിക്കും ജഡ്ജസ് ആയിട്ട് വരുന്നത്, മാർക്കിടുന്നതും. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ
അനു പ്രശോഭിനിയുടെ പ്രസംഗം വളരെ വേളായിരുന്നു. മെഡിക്കേറ്റാണ് അനു കാര്യങ്ങളൊക്കെ തുറന്നടിച്ചത്. ഗൗരവമേറിയ വിഷയമാണെങ്കിലും അനു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിന് മുമ്പ് എനിക്ക് തോന്നിയൊരു കാര്യം, അതിനിടയ്ക്ക് മൈക്ക് ഓഫ് ചെയ്യാൻ പോയ മൈക്ക് ഓപ്പറേറ്റർ എടുത്ത് അനു പറഞ്ഞത് പ്രേക്ഷകർ കേട്ടല്ലോ. മൈക്ക് ഓഫ് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. എനിക്കത് കണ്ടപ്പോൾ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഫിലോമിന പറഞ്ഞതാ, കൊട്ടട നിർത്തട എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ. പക്ഷേ അനു വളരെ മിടുക്കിയായിട്ട് ബോൾഡായിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, തുറന്നു പറഞ്ഞു. അനു പ്രശോഭിനി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. അനു, വെരി ഗുഡ് മോർണിംഗ് അനു. ഗുഡ് മോർണിംഗ് സർ. അനു ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ വീട്ടിലുണ്ട്. ഓക്കെ, അന്ന് എന്തായിരുന്നു ആ പ്രസംഗത്തിന്റെ ഒരു പ്രചോദനം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് നടക്കുന്നത് കൊടുവള്ളി സബ് ജില്ലയിലായിരുന്നു. അപ്പം ആദ്യം ഹൈസ്കൂൾ സെക്ഷനിൽ ഫസ്റ്റ് വാങ്ങിച്ച പിള്ളേർക്ക് ഇതേമാതിരി ഒരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതായത് താളം പിടിച്ച രീതി, അതായത് ഡവിന്റെ താളം പിടിച്ച രീതി ഡ്രം സെറ്റ് അടിക്കുന്ന പോലെ രീതിയിലായിരുന്നു. പിന്നെ അവസാനം എൻഡിങ് ഒക്കെ കുറച്ച് തെറ്റുംകുറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് അതിൽ ഫസ്റ്റ് കൊടുത്തു. അപ്പൊ അതിനുശേഷം എനിക്ക് ചെറിയൊരു പന്തികേട് തോന്നിയപ്പോ ഞാൻ ആ മറ്റേ മാർക്കറ്റ് ജഡ്ജിനൊന്ന് കണ്ട് സംസാരിക്കാനായിട്ട് പോയി. അപ്പൊ ഞാൻ ആ സാറോട് സംസാരിച്ചു. സാറേ, നിങ്ങള് സാറിന്റെ പേര് എന്താന്ന് ചോദിച്ചു. സാറ് പേര് പറഞ്ഞു. അപ്പൊ ഞാൻ സാറോട് ചോദിച്ചു, സാർക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ നാടൻപാട്ട് കലാകാരനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഇപ്പൊ നാടൻപാട്ട് കലാകാരന്മാർക്ക് എങ്ങനെയാണ് ഇള നൃത്തത്തിനെ കുറിച്ച് വിലയിരുത്താൻ സാധിക്കുക? ഈ ഐറ്റം ഏതായിരുന്നു പ്രശോഭിനി? ഇരുള നൃത്തം. അപ്പൊ ഇരുള നൃത്തം യഥാർത്ഥത്തിൽ ജഡ്ജ് ചെയ്യണമെങ്കിൽ ഇരുള സമുദായത്തിൽ നിന്നുള്ള കലാകാരന്മാർക്കേ കഴിയൂ. അത് ഒരു പാരമ്പര്യ കല കൂടിയായതുകൊണ്ട് അല്ലേ? അപ്പൊ ഇവരെന്താ പറഞ്ഞത്? ജഡ്ജിമാരെന്താ പറഞ്ഞത്? ജഡ്ജിമാർ പറഞ്ഞു ഞങ്ങൾ നാടൻപാട്ട് കലാകാരന്മാരാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാടൻപാട്ട് കലാകാരന്മാർക്ക് എങ്ങനെയാണ് ഇരുള നൃത്തത്തിനെ കുറിച്ച് വിലയിരുത്താൻ സാധിക്കുക? നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് പറയാമോ ചോദിച്ചപ്പോ ആ സാറ് പറഞ്ഞു അവർക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എനർജി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എനർജി ബേസ് ചെയ്ത് മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ ഇത് സിനിമാറ്റിക് ഡാൻസ് അല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ വീട്ടിൽ സംസാരിക്കാൻ പോയപ്പോ ആ സാറിനെ കുറിച്ച് പുച്ഛഭാവത്തോടെ നമ്മളെ കട്ടപ്പാടി കുറെ കണ്ടതാ മോളെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി. പിന്നെ ഹയർ സെക്കൻഡറിയുടെ പ്രോഗ്രാം, അതായത് ഇരുള നൃത്തം സ്റ്റേജ് കയറുന്ന ആ സമയത്ത് ഞാൻ സംഘടന സമിതിയിലെ ആൾക്കാരോട് പോയി പറഞ്ഞു, സാറേ ഇവിടെ ഇരിക്കുന്ന ജഡ്ജസ്മാര് ഇതുമായി, അതായത് ഇരുള നൃത്തത്തിനെ കുറിച്ച് അവതരിപ്പിച്ച് നൈപുണ്യം തെളിയിക്കാത്ത വ്യക്തികളുമാണ്. അപ്പൊ എങ്ങനെയാണ് ഇവര് ഈ ഒരു നൃത്തത്തിലേക്ക് വിലയിരുത്തുന്നത്? എങ്ങനെയാണ് അവർ മാർക്ക് ചെയ്ത്? സാധ്യതയല്ലല്ലോ. അപ്പൊ നിങ്ങൾ കൃത്യത്തിൽ വിളിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ജഡ്ജസിന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ സംഘാടക സമിതിയിലെ ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത് ഒന്നും അവര് വില വെക്കുന്നില്ല. നിങ്ങളെ പ്രശ്നമാക്കരുത്, നിങ്ങൾ പരാതി എഴുതി തരൂ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒരു അവർ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരിക്കുന്ന കുട്ടികളായാലും പാരന്റ്സ് ആയാലും എല്ലാവരും അത് അറിയണം. അതായത് ഇവിടെ ഇരിക്കുന്നത് മുഴുവനും ജഡ്ജസ്മാർ മുഴുവനും ഇതിനെ കുറിച്ച് അനു സംസാരിക്കുമ്പോൾ മുൻപിലിരുന്ന 3 ജഡ്ജിമാരും ഇരുള സമുദായത്തിൽപ്പെട്ടവരോ ഇരുള നൃത്തം അറിയാവുന്നവരോ ആയിരുന്നില്ല അല്ലേ? ആയിരുന്നില്ല, അവര് നാടൻപാട്ട് കലാകാരന്മാരായിരുന്നു. അപ്പൊ അതാണ് നമുക്കിപ്പോ മാസങ്ങളോളം പിള്ളേര് റിഹേഴ്സൽ ചെയ്തും അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ പിള്ളേരും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പാരന്റ്സ് ആയാലും കുട്ടികളെല്ലാവരും അറിയണം ഈ ഒരു കലയെ വിലയിരുത്താനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ജഡ്ജസ് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആ മൈക്കിൽ നിന്ന് ഞാനത് പറയാനുള്ള കാരണം ഇത് തുടക്കമേ നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതേപോലെ സബ് ജില്ലാ മത്സരങ്ങളൊക്കെ നടത്തി. എന്നിട്ട് ആ വേദിയിൽ അതേ ജഡ്ജിമാരെ വെച്ച് തന്നെ വിധി നിർണ്ണയം നടത്തിയോ? നടത്തി. ബാക്കിയുള്ള പഴയ നൃത്തം, പഴയ നൃത്തം, ഇരുള നൃത്തം കാര്യങ്ങളെല്ലാം ഇവര് തന്നെയാണ് ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പഴയ നൃത്തവും അവർ തന്നെ ചെയ്തു, ഇരുള നൃത്തവും അവർ തന്നെ ചെയ്തു. വേണമെങ്കിൽ ഒരു മോഹിനിയാട്ടവും ചെയ്യും, ഭരതനാട്യവും ചെയ്യും, വേണമെങ്കിൽ കഥാപ്രസംഗവും ചെയ്യും അല്ലേ? അതെ അതെ. അതിന്റെ ഇടയിൽ ഒരു ജഡ്ജ് ഇതേമാതിരി യൂട്യൂബില് ഇരുള നൃത്തം എന്താണെന്ന് അടിച്ചു നോക്കുകയാണ് ചെയ്തത്. ഞാൻ ചോദിച്ചു കഴിഞ്ഞ് പോയതിനു ശേഷം അതുകൂടി കണ്ടപ്പോ എനിക്ക് തീരെ പറ്റാത്ത കൊണ്ടാണ് ഞാൻ അവിടെ മൈക്കെടുത്തിട്ട് കൂടുതൽ അനു അങ്ങനെ സംസാരിച്ചതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കാനും അതിനുള്ളിൽ ഒരു വിഷയം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനും സാധിച്ചു. അനു ആ പ്രതികരണത്തിന് പ്രത്യേകിച്ച് ആ സമയത്ത് ഇടപെട്ട് സംസാരിച്ചതിന് അഭിനന്ദനങ്ങൾ. ആ സമയത്ത് അതിനുശേഷം സംഘാടകർ വല്ലതും മോശമായിട്ട് വല്ലതും പറഞ്ഞോ? മോശമായിട്ട് അങ്ങനെ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാണ് കൂടുതലോട് സംസാരിക്കാനൊന്നും നിന്നല്ല. ഞാൻ കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞു. അപ്പൊ അതിനുശേഷം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ എല്ലാവരും അവിടെ നിന്നുള്ള കൈയടി കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി. ഇനി കൈയടി കിട്ടിയില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ തുറന്ന് പ്രതികരിക്കണം. എത്രയോ കുട്ടികളും കലാകാരന്മാരും മാസങ്ങൾ അധ്വാനിച്ചാണ് ഈ കലോത്സവ വേദിയിലേക്ക് വരുന്നത്. അപ്പൊ അവരെ കളിയാക്കുന്നതിന് സമമല്ലേ ആ കലയെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത ആൾ വന്നിരുന്നത് ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ? പിന്നെ അതുമല്ലാണ്ട് ഇപ്പൊ നമ്മള് ജഡ്ജ്മെന്റിന് പോയിട്ടുള്ള ജഡ്ജസ് ആയിട്ട് പോയിട്ടുള്ള കുറച്ച് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്.
നമുക്കിപ്പോ ഒരു കലയെ കുറിച്ച് അറിയണമെന്ന് നമ്മളൊരു കലയെ വിലയിരുത്താൻ പോകുമ്പോഴേ നമ്മൾ ജഡ്ജസ് ആയിട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവിടെ പോയി ഇരുന്നാൽ തന്നെ അവിടുത്തെ സംഘാടക സമിതിയിലെ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരും. ഇന്നത് പറഞ്ഞാൽ മതി, ഇങ്ങനെയാണെന്ന് അവര് പറഞ്ഞു തരും. നമുക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കുറെ പേര് ഈ പ്രശ്നം നടന്നതിന് ശേഷം ജഡ്ജസ് ആയിട്ട് പോയിട്ടുള്ള കുറെ പേര് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ കുറെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ശരിയാണ് അനു, നിർഭാഗ്യകരമാണ്. താങ്ക് യു അനു. എന്തായാലും കൺഗ്രാറ്റ്സ് വൺസ് അഗെയിൻ. അങ്ങനൊരു വിഷയം പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അനുവിൻ്റെ കൂടി ഇടപെടൽ കൊണ്ടാണ്. താങ്ക് യു അനു പ്രശോഭിനി. അനു പറഞ്ഞതുപോലെ ഇങ്ങനെ കുറേ ജഡ്ജിമാരുണ്ട് കേട്ടോ, ആസ്ഥാന വിധികർത്താക്കളാണ്. അവരെ വിളിക്കും. ഏത് ഐറ്റത്തിനാണെങ്കിലും ഇവർ മാർക്കറ്റ് ആൻഡ് കോമ്പീറ്റൻ്റാണ്. ഇരുള നൃത്തം, പണിയ നൃത്തം തമ്മിലുള്ള വ്യത്യാസം എന്തുവാ ആർക്കറിയാം? ഒരു വ്യത്യാസവും ഇവർക്ക് ബോധ്യമാവുന്നില്ല. മോഹിനിയാട്ടത്തിനും വേണമെങ്കിൽ ഇവർ വിധി എഴുതും, ഒപ്പനപ്പാട്ടിനും ഇവർ വേണമെങ്കിൽ വിധി എഴുതും. ആ നിലവിൽ കച്ചവടമായി മാറിയിരിക്കുന്നു കലോത്സവം എന്നുള്ളതാണ്. അതുകൊണ്ട് അനുവിൻ്റെ ഇടപെടൽ വളരെ ശ്രദ്ധേയമാണ്. ഇരുള നൃത്തം എന്താണെന്നോ, ഇരുള സമുദായം എന്താണെന്നോ, പണിയ നൃത്തം എന്താണെന്നോ, പണിയ സമുദായം ഏതാണെന്നോ, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും, വട്ടപ്പാട്ട് എന്താണെന്നോ, ഒപ്പനപ്പാട്ട് എന്താണെന്നോ, അറവനമുട്ട് എന്താണെന്നോ, ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത മനുഷ്യരാകരുത്. ആ കലയെ ഉപവസിക്കുന്ന കലാകാരന്മാർ ട്രെയിൻ ചെയ്ത് വിടുന്ന വിദ്യാർത്ഥികളുടെ മത്സരങ്ങളെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇനിയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഒരു ജാഗ്രത പുലർത്തണം. നാട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എം രാകേഷ് നമുക്കൊപ്പം ചേരും, നമ്മളുടെ പ്രതിനിധിയാണ്. എം രാകേഷ് സ്ഥിരം കലോത്സവ വേദിയിലൊക്കെ എത്തിയിട്ടുള്ളതാണ്. രാകേഷിന് എന്തോ ഒരു അനുഭവം ഉണ്ട് എന്ന് തോന്നുന്നു. രാകേഷ്, ഇത്തരം അനുഭവങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കലോത്സവ വേദികളിലേക്ക് പോകുമ്പോൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. രാകേഷിന് അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അരുൺ, വർഷങ്ങളായിട്ട് കലോത്സവമായിട്ടുള്ള അടുപ്പവും ബന്ധവും ഒക്കെ തന്നെ ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കലോത്സവ വേദികളിലെ ഏകദേശം ഒരു 17 വർഷത്തോളമായി സംസ്ഥാന കലോത്സവം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ കലോത്സവ വേദികളിൽ കുട്ടികളുടെ നാടകം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ നേരിട്ട് ബന്ധപ്പെടുന്നൊക്കെ ഒരാളാണ്. അപ്പം ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, നമ്മൾ തമാശയല്ല, വളരെ ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഓരോ കലയിലും ഉൾപ്പെടുത്തേണ്ടുന്ന സംഗതികളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഓരോ കലാരൂപങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം ഏറ്റവും പുതിയതായിട്ട് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളുടെ കല ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നശിച്ചു പോകാതിരിക്കാനും അതത് സമുദായത്തെക്കുറിച്ച് ആ കുട്ടികൾക്കൊരു അവബോധം ഉണ്ടാകാനും ഒക്കെ വേണ്ടിയാണ്. പക്ഷേ ഇത്തരം ഒരാശയവും ഈ കല കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഇപ്പം ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ മറ്റൊരു വിഷയമുള്ളത്, ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സ്കിറ്റുണ്ട്. ഈ ഇംഗ്ലീഷ് സ്കിറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികളുടെ ഭാഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിപോഷിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് സ്കിറ്റിന് വന്നിരിക്കുന്നത് വേറെ ആ ലാംഗ്വേജുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ആളുകളായിരിക്കും. തിയേറ്ററുമായി അല്പം ബന്ധമുള്ള ഒരാളുണ്ടെങ്കിൽ പോലും ലാംഗ്വേജിൻ്റെ ഒരു വിധികർത്താവ് പോലും ഇല്ലാതെയൊക്കെയാണ് ഇത് നടക്കുന്നത്. പ്രത്യേകിച്ച് അധ്യാപക സംഘടനകൾക്ക് ഇതിനകത്ത് വലിയ റോളുണ്ട് എന്നുള്ളതാണ്. ഈ ജഡ്ജ്മെൻറ്റ് തൊഴിലാളികളായിട്ട് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. ഇവർക്ക് ഈ അധ്യാപക സംഘടനയിൽ കൃത്യമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് കൃത്യമായി ജഡ്ജ്മെൻറ്റ് പാനലിൽ കയറി പറ്റുന്നു. DD-മാർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. നിരവധി തവണ പരാതി ഉന്നയിക്കപ്പെട്ടാലും ഇവർ തന്നെ നിരന്തരം വിധികർത്താക്കളായി വരുന്നു. ഇത്തരത്തിലുള്ള അഴിമതി നടക്കുന്നു. ഇതിനകത്ത് യാതൊരു മോണിറ്ററിങ്ങോ ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഇത് വ്യാപകമായി എല്ലാ ജില്ലയിലും ഇത്തരം നിരന്തരം പരാതികളുണ്ട്. ഈ പരാതികളൊക്കെ തന്നെ അവഗണിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ കോഴിക്കോട് ജില്ലാ കലോത്സവത്തിനകത്ത് 2 അധ്യാപക സംഘടനകൾ മേൽനോട്ടം വഹിക്കുന്ന 2 സ്കൂളുകൾ പരസ്പരം അധ്യാപകർ അടികൂടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു, പരസ്യമായിട്ട് നാടകവേദിയിൽ വെച്ചിട്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളോട് സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, ഒപ്പം തന്നെ കലയുടെ മഹനീയതയെക്കുറിച്ച് പറയുന്നു. അധ്യാപകർ തന്നെ ഇത്തരം അടിപിടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു, ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് നേതൃത്വം കൊടുക്കുന്നു. രക്ഷിതാക്കളും ഇതിൻ്റെ ഭാഗമാവുന്നു. പാവം കലയെ മാത്രം ഉപാസിക്കുന്ന അല്ലെങ്കിൽ കല കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് വിചാരിക്കുന്ന സാധാരണ മനുഷ്യർ ചവിട്ടി അരയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് കാഴ്ച എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കലാകാരന്മാരായ കുട്ടികൾക്കും ആ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന കലാകാരന്മാരുടെയും ഉത്സവമായി മാറേണ്ട സ്ഥലത്താണ് വലിയ മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നത്, കലോത്സവത്തെ കച്ചവടമാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് നമ്മളതിന് തലക്കെട്ടിട്ടത്. കലോത്സവ കച്ചവടമായി മാറുന്നുണ്ട് പല വേദികളും എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. ഇപ്പോൾ അതിനിടയിലും ആശ്വാസകരമായി വരുന്നൊരു വാർത്ത, റിപ്പോർട്ട് ബിഗ് ഇമ്പാക്ട്. കലോത്സവ വിധി നിർണ്ണയത്തിലെ ആരോപണത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ശിശുക്ഷേമ സമിതി. ഇന്നലെ നമ്മൾ ഈ വാർത്ത തത്സമയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരുന്ന അരുൺ നമ്മളോട് കമൻറ്റ് വഴി ഈ ശിശുക്ഷേമ സമിതി ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. മുഖസൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് ഭരതനാട്യത്തിൽ 1-ാം സ്ഥാനം തഴഞ്ഞെന്ന പരാതിയിൽ അപ്പീൽ നടപടികൾ വേഗത്തിലാക്കാൻ ശിശുക്ഷേമ സമിതിയുടെ നിർദ്ദേശമെത്തിയിരിക്കുന്നു. എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവ വിധി നിർണ്ണയത്തിനെതിരെ വിദ്യാർത്ഥി പരാതി നൽകിയിരുന്നു. അലി അക്ബർ ഷാ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, നമ്മൾ മറ്റൊരു വാർത്ത കൂടി ഫലം കാണുകയാണ്. ഇന്നലെ തന്നെ ശിശുക്ഷേമ സമിതി ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അലി.
ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വളരെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത്. എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് വിധി നിർണ്ണയത്തിൽ വലിയ രീതിയിലുള്ള പാളിച്ച, അപാകത വന്നിരിക്കുന്നു. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രസ്താവനകൾ ജഡ്ജസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. മുഖസൗന്ദര്യമില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഭരതനാട്യത്തിൽ വിദ്യാർത്ഥിനിക്ക് 1ാം സ്ഥാനം നിഷേധിച്ചിരിക്കുന്നു. അതിഗുരുതരമായ വിഷയമായിരുന്നു. ഈ വിഷയം നമ്മൾ ഇന്നലെ പുറത്തുവിട്ടു. ഈ വാർത്ത ഇന്നലെ നമ്മൾ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ ലൈവിൽ ഈ ശിശുക്ഷേമ സമിതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഉണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാറിന്റെ കമന്റ് വരുന്നു. പിന്നീട് അദ്ദേഹം നമ്മളുടെ ലൈവിൽ കണക്ട് ചെയ്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി സ്വീകരിക്കും, പരിശോധിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. ശിശുക്ഷേമ സമിതി ഈ അപ്പീൽ നടപടിയിൽ കൃത്യമായ ഇടപെടൽ അടിയന്തരമായി നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശിശുക്ഷേമ സമിതി ഇന്നലെ തന്നെ ഈ കലോത്സവത്തിന്റെ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ടു, കൃത്യമായി വിവരങ്ങൾ തേടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥിനി, അതായത് ഈ പരാതി ഉന്നയിച്ച വിദ്യാർത്ഥിനി ഉന്നയിച്ചിരിക്കുന്ന അതിഗൌരവമായ വിഷയത്തിൽ കൃത്യമായ പരിശോധന നടത്തി ഈ കുട്ടി നൽകിയിരിക്കുന്ന അപ്പീൽ അടിയന്തരമായി പരിഗണിച്ച് ഇതിൽ നടപടി സ്വീകരിക്കണമെന്നതാണ് ശിശുക്ഷേമ സമിതി ഇപ്പോൾ ഈ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ പരാതിക്കാരിയായ വിദ്യാർത്ഥിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും അലി അക്ബർ ഷായാണ്. ശിശുക്ഷേമ സമിതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. എന്തായാലും കലോത്സവ വിധി നിർണ്ണയത്തിലെ ആരോപണത്തിൽ ഇടപെട്ട ശിശുക്ഷേമ സമിതി എന്ന വാർത്തയാണ് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ചുരുങ്ങിയ സമയം മാത്രമേ നമ്മൾ ഈ കോൾ ഓപ്പൺ ചെയ്യൂ. നമുക്കിപ്പം നസീലയുണ്ട്. നസീല ഒരു വീട്ടമ്മയാണോ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നസീലയോട് സംസാരിക്കാം. നസീല, വെരി ഗുഡ് മോർണിംഗ്. നസീല, വെരി ഗുഡ് മോർണിംഗ്. അമ്മയാണ്, അമ്മയാണ്, ARD ആണ്. ഓ, അത് ശരി. എന്താ നേരിട്ട ദുരനുഭവം? അതായത് ഈ ഉപജില്ലയിൽ നിന്ന് മത്സരം നടക്കുമ്പോൾ ഈ ഉപജില്ലയിലുള്ള ഒരു മാഷ് വന്ന് ജഡ്ജ്മെന്റിന് ഇരിക്കാൻ പാടില്ല എന്നൊരു ബൈല ഉള്ളപ്പോൾ ഇവിടെയുള്ള മുഴുവൻ സ്കൂളുകളിലും ഒരു ജഡ്ജിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ജഡ്ജിമാരെ വിട്ടുകൊടുത്തത്. അല്ലെങ്കിൽ ആ ആള് തന്നെയാണ് ജഡ്ജിയായിട്ട് പോയത്. എന്റെ മകള് ഭരതനാട്യം 3.5 വയസ്സ് തൊട്ട് പഠിക്കുന്നു. ആദ്യമായിട്ട് 9ാം ക്ലാസ്സിലാണ് ഒരു വർണ്ണമായിട്ട് കയറുന്നത്. സ്കൂളിൽ വെച്ച് തന്നെ ഇനി ഒരു മത്സരത്തിൽ ഉപജില്ലയിലേക്ക് അവൾ പോകരുത് എന്നുള്ള രീതിയിൽ ഉള്ള ഇതാണ് ഉണ്ടായത്. അതായത് സെക്കൻഡ് ആയിരുന്നു. നമുക്ക് ആ ഒരു വിധിയിൽ നമുക്ക് പ്രശ്നമില്ല. സെക്കൻഡ് ഫസ്റ്റും മത്സരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ ഫസ്റ്റ് ആവണമെന്നില്ലല്ലോ. അതിൽ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നമ്മൾ അപ്പീൽ പോകുമ്പോൾ സാധാരണഗതിയിൽ മത്സരം നടക്കുന്ന സമയത്താണ് റിമാർക്സ് എഴുതാറുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അപ്പീൽ പോയി എന്ന് സ്കൂളിൽ നിന്ന് കൺവീനർ, യൂത്ത് ഫെസ്റ്റിവലിന്റെ കൺവീനർ വിളിച്ച് പറയുമ്പോൾ രണ്ടാമത് വന്നിട്ടാണ് എന്റെ മകൾക്കുള്ള റിമാർക്സ് എഴുതിയത്. പിന്നീട് എഴുതി ചേർത്തു എന്നുള്ള മാത്രമല്ല, ഉപജില്ലയിൽ മത്സരിക്കരുത് എന്നുള്ള ഒറ്റ ജഡ്ജ് 33 മാർക്കിന്റെ വ്യത്യാസമാണ് ഇട്ടത്. അപ്പം ജഡ്ജ്മെന്റ് നീതി അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ അപ്പീൽ പോയത്. നമ്മൾ അപ്പീൽ പോയിട്ട് അവിടെ ചെന്നപ്പോ അവിടെ നോക്കുന്നത് AD നോക്കുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ നിന്ന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മാത്രമാണ്. ഈ 2 കുട്ടികൾ കളിച്ച വീഡിയോ കാണാനോ അത് വെച്ചിട്ട് അവർ വീണ്ടും ഒരു അനാലിസിസ് നടത്താനോ തയ്യാറല്ല. എല്ലാ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുടെയും മാർക്ക് നോക്കി ഡാൻസ് കളിക്കുന്ന ഇപ്പൊ അതായത് ഈ വർഷത്തോടെ ഏതാണ്ട് മടത്ത പോലത്തെ ഒരു അവസ്ഥയിൽ എത്തി അവര്. അതാണ് ഒരു കഷ്ടം. നാടോടി നൃത്തത്തിന് ഉപജില്ലയിൽ എത്തിയിരുന്നു. അവിടെ എന്റെ മോളുടെ കൂടെ ഡാൻസ് സ്കൂളിൽ പഠിച്ച ഹയർ സെക്കൻഡറി കോച്ചിന്റെ ഇതിന് ചാട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം പറഞ്ഞത്, റിമാർക്സ് പറഞ്ഞത്. എന്റെ മോൾക്ക് ചാട്ടം കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. അതെ നസീല മാം, ഞങ്ങളിപ്പോൾ പുറത്തുവിട്ട ശബ്ദരേഖകളിലൊക്കെ ഈ പറയുന്ന മാഫിയ സംഘങ്ങളുണ്ട്. അവിടെയൊക്കെ ഉണ്ടാവാം ഒരുപക്ഷെ താല്പര്യങ്ങളുള്ളവർ. താങ്ക് യു മാം പ്രതികരിച്ചതിന്. നസീല മാം ആണ് നമുക്കൊപ്പം ചേർന്നത്. ഇത്തരം ദുരനുഭവങ്ങൾ നിങ്ങൾ ഒരുപാട് പേര് നമ്മൾ ഫോൺ കോളുകളുണ്ട്. ഈ സമാനമായ സ്വഭാവം നിങ്ങളിൽ പലർക്കും ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. സാഹചര്യങ്ങളെ നമ്മൾ മറികടക്കുകയാണ് വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിലൊരു ഇമ്പാക്റ്റ് ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ആവശ്യവുമാണ്. കലോത്സവങ്ങളിൽ നീതിപൂർവമായ വിധി നിർണ്ണയം അത്യാവശ്യമാണ്. കുട്ടികൾക്ക് നീതി ലഭിക്കും വരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ TV ഈ കലാകാരന്മാരായ കുട്ടികൾക്കൊപ്പം ഉണ്ടാവും. അവരിലെ കലാകാരന്മാരുടെ വാസനയെ, നേരത്തെ പറഞ്ഞ നസീലയെ പോലെയുള്ള വീട്ടമ്മമാരുടെ കുഞ്ഞുങ്ങളെ പോലെ അവർ പിന്നീട് ഇത് മടുക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത്. അവർക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയിരിക്കുന്ന കല, ആ കല അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനുള്ള പ്രോത്സാഹനമാകണം ഈ പറയുന്ന വേദികൾ. കുട്ടികളുടെ മനസ്സ് മരവിപ്പിച്ച്
അവർ ശപിച്ച് ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. കലോത്സവത്തിൻ്റെ ലക്ഷ്യം ഗ്രേഡുകളോ സമ്മാനങ്ങളോ അല്ല. തുടർന്ന് ആ കലാപരിപാടിയിൽ അവർക്ക് തുടരാനുള്ള ഒരു കരുത്താണ് എന്നത് മനസ്സിലാക്കുക. ഞങ്ങളടക്കം ഒരുപാട് പേര് യുവജന വേദിയിൽ നിന്ന് വന്നവരാണ്. നാടകത്തിൽ നിന്ന്, പ്രസംഗ മത്സരങ്ങളിൽ നിന്ന്, മോണോ ആക്റ്റിൽ നിന്ന് ഒക്കെയാണ് നമ്മളെപ്പോലുള്ളവർ പോലും കലോത്സവ വേദിയിൽ നിന്ന് ഈ കലയെ സ്നേഹിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കുഞ്ഞുങ്ങൾക്കും കല അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ അവരെ ഒരു കാരണവശാലും ഈ മാഫിയ സംഘങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ശക്തമായ പ്രതികരണം ഉണ്ടാവണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലും ഉണ്ടാവണം. കലോത്സവ വേദികൾ കുഞ്ഞുങ്ങളുടെ ആകാശമാണ്. കല ആകാശത്തോളം വളരട്ടെ. കലാപ്രതിഭകൾക്ക് അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രതിഭ തെളിയിക്കാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.